ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ സൺഡേയിൽ ഇത്തിരി നേരം വൈകി എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് മുതിര അടുപ്പത്തിട്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ ചേട്ടൻ എന്താ മാങ്ങ വറുക്കാൻ പോയത്, കുറേ മാങ്ങ വീണെടുക്കുന്നുണ്ട്, ഒക്കെ കൊത്തിയതാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളത് ചെത്തി കളഞ്ഞ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെയാണ് ചേട്ടൻ്റെ പരാതിയും പരിഭവങ്ങളും. 5-8 മാങ്ങ എടുക്കുന്നുണ്ട്, ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വന്നേക്കണത്. അപ്പോൾ മാങ്ങ താഴ്ത്ത് വീണതൊന്നും എടുക്കില്ലല്ലോ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട്. പണ്ടൊക്കെ അതൊക്കെ ചെത്തിക്കളഞ്ഞെടുത്തായിരുന്നല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും അകത്തേക്ക് വന്നു. അകത്തെ എല്ലാ ജനലുകളും തുറന്നിട്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ്, കുക്കിംഗ് കൂടുതലുണ്ടെങ്കിൽ നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നോൺ വെജ് കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും സൺഡേയിൽ. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ജനാലകളും തുറന്നിട്ടു സൺഡേ രാവിലെ തന്നെ. ഇപ്പം അത്ര ചൂടല്ലേ. അത് കഴിഞ്ഞ് ഇതാ പിന്നിലേക്ക് വന്ന് നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഫുഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ് എല്ലാവരും. ചോറുണ്ടായിരുന്നില്ല തലേദിവസത്തെ. പിന്നെ ചപ്പാത്തി, ഒരു ചപ്പാത്തിരി ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ വെള്ളപ്പൂച്ചകൾ തിരിച്ച് കഴിച്ചു, നമ്മുടെ കണ്ടപ്പം കഴിക്കില്ല. അപ്പോൾ അങ്ങനെ അമ്മ പൂച്ച ദൈ വയ്യാണ്ട്, അതിന് വയ്യായോ തിരിച്ചുള്ള പോലെയാണ് കേട്ടോ. മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ ദൈ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാണ്ട്, നല്ല വെള്ളം കേട്ടോ. നമ്മുടെ വീട്ടിലെ വെള്ളം നന്നായിട്ട് കലങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഒന്ന് അലക്കിയെടുത്തു. കുറച്ച് അലക്കാനുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് വീണ്ടും അലക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. മുതിര വേവിച്ചിട്ടിട്ടുണ്ട്. ഉപ്മാവും മുതിരയാണ്. മുതിര ചൂടാണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ ആദ്യത്തിന് ഇപ്പോൾ കൊതി പറഞ്ഞിട്ട് പിന്നെ മുതിര വാങ്ങിച്ചു. ചേട്ടൻ ദേ ഓലക്കൊടി അത് ഇതൊക്കെ പറക്കി കൊണ്ടുവന്ന് ഇടുകയാണ്. ഞാൻ വേഗം അലക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെയിലല്ലേ. അപ്പോൾ വെയിലത്ത് ഉള്ള പണി വേഗം ആദ്യം കഴിക്കുന്നതാണ്. ഇപ്പോൾ ആ പപ്പായ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി ഒരു തണൽ ആലക്കല്ലിൻ്റെ അവിടേക്ക് ഈ നേരത്തെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ നേരം ആകുമ്പോഴേക്ക് നല്ല വെയിൽ വരാറുണ്ട്. പക്ഷേ ഇന്ന് പപ്പായ തൈ ഉള്ള കാരണം കുഴപ്പമില്ല. നിങ്ങൾ വെട്ടില്ല, ഓലക്കുടിയല്ല നിങ്ങൾ വെട്ടുള്ളൂ. അത് വെട്ടാ ഞാൻ ഒരു പട്ടയിലുള്ളോ? നിങ്ങൾ വെട്ടില്ലേ? നിങ്ങളിവിടെ എത്ര ദിവസമായി? ഞാനല്ല വെട്ടി പറഞ്ഞ. അപ്പോൾ ചേട്ടൻ എനിക്ക് വയ്യാണ്ടാവെന്ന് പറഞ്ഞാൽ പട്ട വെട്ടണ്ടെന്ന് പറയാണ് കേട്ടോ. പക്ഷെ പട്ട ചേട്ടൻ വെട്ടിയാൽ ശരിയാവില്ല. എന്നുവെച്ചാൽ ഓലക്കൂടി ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞിടും. അപ്പോൾ ഇങ്ങനെ അവിടേക്ക് ഇവിടേക്കൊക്കെ ഓലക്കൂടി പോട്ടെ. അങ്ങനെയാണ് ചേട്ടൻ ഇടുക. അപ്പോൾ അത് നമുക്ക് സുഖമില്ല. പിന്നെ അതുപോലെ പട്ട ഇങ്ങനെ കീറാനൊന്നും അറിയില്ല. വെറുതെ ഇങ്ങനെ വെട്ടിക്കൂട്ടിയൊക്കെ ഇടാനറിയാം, അല്ലാണ്ട് ആ കടപ്പട്ട ഇങ്ങനെ കീറിയെടുക്കാനാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേട്ടൻ അറിയില്ല. അപ്പോൾ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു 3-5 പട്ടയൊക്കെ വെട്ടിക്കീറിങ്ങാട്ട് അടുക്കള ഭാഗത്ത് ഇടുന്നത്. പിന്നെ ഈ ഒരു പട്ടയും കൂടിയും കിട്ടിയപ്പോൾ അതും കൂടി വെട്ടിക്കീറി ഇടാണ് കേട്ടോ. അപ്പുറത്തേക്ക് പട്ടയൊക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഓലയൊന്നും ഇല്ല, പട്ടയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും കൂടുതൽ ആൾക്കാരും കൂട്ടിയിട്ട് കത്തിക്കുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് എങ്ങനെ ചോദിക്കാന്ന് വെച്ചിട്ട് മടി വിചാരിച്ചിട്ട് അങ്ങനെ ചോദിക്കൊന്നുമില്ല. ചേട്ടൻ്റെ അടുത്തൊക്കെ എടുത്തുകൊണ്ട് വരുന്നല്ലാണ്ട് വേറെ അപ്പുറത്തൊക്കെ തൊട്ടപ്പുറത്തെ പറമ്പിലൊക്കെ നിറയെ കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്യും അവർ. പിന്നെ അങ്ങനെ അത്ര അങ്ങോട്ട് പരിചയമുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കും, മടിയാണ്. അത് കാരണം കൊണ്ട് അങ്ങനെ ചോദിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പട്ട വെട്ടിക്കീറി കൊണ്ടുവന്നു. പക്ഷേ ഉച്ചതിരിഞ്ഞ് നിറച്ച് വിറക് കിട്ടിയിട്ട് നമുക്ക്. അപ്പോൾ ആ ഒരു പട്ടേനെ ഞാൻ വെട്ടിക്കീറി ഇതെവിടെ കൊണ്ടുവന്നിട്ട്, ഇവിടെ നല്ല വെയിലാണ് സൈഡിൽ എന്ന് വെച്ചാൽ ഉച്ച തിരിഞ്ഞൊക്കെ വെയിലുള്ള. ഈ ഒരു നേരത്തെ അവിടെ മാവല്ലേ, അങ്ങനെ വെയിലൊന്നുമില്ല. പക്ഷെ അടുക്കള ഭാഗം നല്ല വെയിലാണ്. കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ തന്നെ നല്ല വെയിൽ. ഓലക്കൂടി ഞാൻ തീ കത്തിക്കാനായിട്ട് ഇവിടെ ഇട്ടു. എന്ന് വെച്ചാൽ ചോറ് വെക്കണം, അപ്പോൾ തീ കത്തി പിടിപ്പിക്കണ്ട, അത് കാരണം വേണം. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറി മുതിര വേവിച്ചത് മാറ്റി വെച്ചു. അടുപ്പ് തീ കത്തിച്ചിട്ട് ഉപ്പാവിലേക്ക് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ വെച്ചു തിളയ്ക്കാനായിട്ട്. പിന്നെ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് അത്ര വലിയൊരു ഉപ്മാവിൻ്റെ ഇതൊന്നും പറയില്ല. നാളികേരവും ഇല്ല, ക്യാരറ്റും ഇല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു കുറവുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഉപ്മാവ്. നമ്മൾ ഉണ്ടാക്കുന്ന രീതി കറക്റ്റായിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഉപ്മാവ് നമുക്ക് കിട്ടും. അപ്പോൾ സൺഡേ ഞായറാഴ്ച ഉപ്പുമാവോ പുട്ടൊക്കെയാണ് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇഡ്ഡലി കോരി വയ്ക്കുക, അതൊക്കെയാണ് കേട്ടോ കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച നമുക്ക് ഇത്തിരി മടിയോ വയ്യായോ ഒക്കെ ഉള്ളൊരു ദിവസമല്ലേ. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്ത് ഉപ്മാവ് സാധാരണ പോലെ തന്നെ കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് എല്ലാം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വഴണ്ട് കിട്ടുന്നേ വേണ്ടോ, അല്ലാണ്ട് വലിയ പരിപാടിയൊന്നുമില്ല. വറുത്ത റവ ആയതുകൊണ്ട് വലിയൊരു മാലീസൊന്നും അതുമ്പോൾ കളിക്കേണ്ട. റവ അങ്ങനെ തന്നെ അതിലേക്കിട്ടു. പിന്നെ കുറച്ച് നേരം ഞാൻ ഇളക്കും കേട്ടോ. എന്നുവെച്ചാൽ എനിക്കിങ്ങനെ എന്താ പറയുക, അങ്ങനെ ആകെ ഒട്ടിയ ഒരു ഉപ്പുമാവ് ഇഷ്ടമില്ല. ഇത്തിരി പൊടിയായി നിൽക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ട്
നന്നായിട്ടൊന്ന് വറുത്ത് ആ തിളച്ച വെള്ളത്തിലേക്ക് ഒരു നെക്കൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കണ വിധത്തിൽ ഒഴിച്ച് കണ്ടിട്ട് വെള്ളം ഒഴിച്ച് മൂടി വെച്ചു. കുറച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തു. ബാക്കിയുള്ള വെള്ളം ഞാനത് കട്ടൻ ചായയാക്കി. മധുരമൊന്നും ഇട്ടില്ല. എന്നുവെച്ചാൽ ആരെങ്കിലും വേണമെങ്കിൽ മധുരം ഇട്ട് എടുത്താൽ മതിയല്ലോ. ആരും ചിലപ്പോൾ കുടിച്ചു എന്നൊന്നും വരില്ല, ചിലപ്പോൾ ചോദിച്ചു എന്നും വരും. അപ്പോൾ അങ്ങനെ ചായയിലിട്ട് മാറ്റി വെച്ചു. ഇത് ഞാൻ കുത്തിപ്പൊടിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി കാസറോളിലേക്ക് പകർത്തി വെച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഉണ്ടെങ്കിലും നമ്മുടെ പാത്രങ്ങളിൽ ഇരുന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഈ കാസറോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മൂടി വയ്ക്കാൻ എളുപ്പം ആവശ്യക്കാർ വന്ന് എടുത്തോളും. അപ്പോൾ പിള്ളേരൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല. ഞാൻ പറയില്ലേ, ആദ്യത്തിന് പരീക്ഷ കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടും ഉറക്കമൊക്കെ ശ്രീകുട്ടൻ്റെ പരീക്ഷയാണ്. അപ്പോൾ നേരം വൈകി പഠിച്ചിട്ട് രാവിലെ നേരത്തെ നിന്ന് എഴുന്നേൽക്കില്ല. രാത്രി ജീവിയാണ്, രാത്രി പഠിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റിട്ടൊന്നുമില്ല. വിളിക്കാനായിട്ട് ഞാൻ പോയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴല്ല അവിടെ ഇഷ്ടങ്ങൾ നടക്കുള്ളൂ. അത് വിചാരിച്ചിട്ട് എപ്പോഴും ഇഷ്ടത്തിന് വിടുന്നൊന്നും വിചാരിക്കണ്ട. ചില നേരത്തൊക്കെ എനിക്ക് ദേഷ്യം വരുമ്പോൾ നല്ലതൊക്കെ കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആ ചോറിന് തീ ചേട്ടൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ തീ ഒന്ന് കത്ത് പിടിപ്പിച്ച് പോയിട്ട് പിന്നെ മുതിര ഒന്ന് കാച്ചിയെടുത്തു. ഇതൊക്കെ റെസിപ്പിയൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ ഇപ്പം എന്തിനാ എപ്പോഴും പിന്നെ വേഗം അരി എടുത്തുങ്ങാട്ട് അതും ഒന്ന് കഴുകിങ്ങാട്ട് കൊണ്ടുവന്നിടാനാണ് കേട്ടോ. നമ്മുടെ കണ്ടപ്പന ഉഗ്രം കരച്ചിലാണ് കേട്ടോ. ഒരു രക്ഷയില്ല. വിശന്നിട്ടാണ് അവന്. ചോറ് ഞാൻ അടുപ്പത്തിടുന്നുള്ള എന്തോ ഒരു കഷ്ടകാലത്തിന് ശനിയാഴ്ച എല്ലാ ചോറും കഴിഞ്ഞു. അങ്ങനെ കഴിയലില്ല. പരിപ്പ് കുത്തി കാച്ചുന്ന ദിവസമൊക്കെ ഇങ്ങനെ കഴിയുക കേട്ടോ. പരിപ്പ് കുത്തി കാച്ചിന് ഈ ചോറ് നല്ല ചിലവാണ്. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം പരിപ്പ് കുത്തി കാച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഒട്ടും ചോറ് ബാലൻസില്ല. അപ്പം ഞാൻ ചേട്ടൻ്റെ കൂടെ പോയി ഒരിത്തിരി ചോറ് എടുത്തുകൊണ്ട് ഓടി വന്നു കേട്ടോ. അപ്പം ചേട്ടൻ അവിടെ വിറക് വെട്ട നമ്മുടെ വീട് പണിയണ സമയത്ത് അവിടെ ഒരു അക്കേഷ്യ മരം ഉണ്ടായിരുന്നു അടുക്കള ഭാഗത്ത്. അത് വെട്ടി മുറിച്ച് അവിടെ ഇട്ടുണ്ടായിരുന്നു. നല്ല മരമൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഫർണിച്ചറൊക്കെ പണിയണമെങ്കിൽ ഒക്കെ പണിയായിരുന്നു. പക്ഷേ ആ പണിക്കാശ് കൊടുക്കാൻ കൂട്ടില്ല. അത് അത്രയും പണിക്കാശല്ലേ. അപ്പോൾ അതിപ്പോൾ അങ്ങനെ 2-3 വർഷം ആവാറായില്ലേ. അവിടെ കിടന്ന് മഴയും വെയിലൊക്കെ കൊണ്ട് പൂതിരിച്ചു. അപ്പോൾ ഇപ്പം ചേട്ടൻ വെട്ടുമ്പോൾ അത് വിറക് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വിറക് പൊളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പൂച്ചയ്ക്ക് ചോറ് കൊടുത്തു. വേറൊരു പൂച്ച നമ്മുടെ അമ്മപ്പൂച്ച ഉണ്ടായിരുന്നില്ല. അമ്മപ്പൂച്ചയല്ല, അത് അമ്മപ്പൂച്ച ചത്തുപോയി തോന്നുന്നുണ്ട്. കാണാനില്ല അപ്പം അതിനെ. അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ നമ്മൾ തുടയ്ക്കണ തുണികളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തായാലും കനലുണ്ടല്ലോ. അപ്പോൾ ആ കനലിൻ്റെ മുകളിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് ആ തുണികളൊക്കെ സോപ്പും പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ അതോടുകൂടി തന്നെ ചോറൊക്കെ ഊറ്റി വെച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ആ കലം ഒന്ന് തേച്ച് കഴുകി വെച്ചു. പിന്നെ 2-3 മാങ്ങ എടുത്തിട്ട് ഇത്തിരി കൂടുതൽ മാങ്ങ എടുത്തു കേട്ടോ. ചരട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈ കൊല്ലം അച്ചാറിലുണ്ടാവും തോന്നുന്നില്ലേ. അപ്പം ഞാനതിങ്ങനെ ചെത്തി പൂളി കൊടുത്തു. ചേട്ടൻ അത് അരിഞ്ഞ് തന്നു. ചേട്ടൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പണികൾ കഴിക്കാം. അപ്പോൾ നമ്മുടെ കിച്ചൺ ടവലൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയൊക്കെ നമ്മളിങ്ങനെ കഴുകുമ്പോൾ ചൂടുവെള്ളത്തിലിട്ടാലും സ്പീഡിൽ കഴുകിയെടുക്കലല്ലേ. ശബ്ദം അടയണ പോലെ ഉണ്ട് അല്ലേ. കണ്ടിന്യൂസായിട്ട് 10-25 മിനിറ്റൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ കിച്ചൺ ടവലൊക്കെ രാത്രി ചൂടുവെള്ളത്തിലിട്ട് കഴുകിയാലും കല്ലുമ്മ വെച്ച് ഉരയ്ക്കാണ്ടാവുമ്പോൾ അങ്ങനെ ശരിക്കും അഴുക്ക് പൊള്ളില്ല കേട്ടോ. കല്ലുമ്മ വെച്ച് ഉരച്ചിട്ടും അത്ര അങ്ങോട്ട് അഴുക്ക് പോയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ശബ്ദം കൊടുക്കുമ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ ഫാനൊക്കെ ഓഫ് ചെയ്യും. ഒന്ന് ക്ഷമിക്കുക, അത്ര ചൂടല്ലേ, പറ്റണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കോവയ്ക്ക പൊട്ടിച്ച് ഒരു 10-20 ഉണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിച്ചു. ചേട്ടൻ അതിനിടയ്ക്ക് അത്യാവശ്യം വിറക് കൊത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ എന്താ വെച്ചാൽ രാവിലെ തന്നെ പണികൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങണം, അതിനാണ്. അപ്പോൾ ചേട്ടൻ്റെ വിറക് കൊത്തലൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഞാൻ പക്ഷേ കോവയ്ക്ക അരിഞ്ഞ് അതൊരു മെഴുക്ക് പറ്റിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് 4ആയിട്ട് അരിയുണ്ട് ഞാൻ. പിന്നെ അതായത് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചുവന്നുള്ളി അല്ല കേട്ടോ ഞാൻ എടുത്തത്, സവോളയായിരുന്നു. സവോളയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അവസാനം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തങ്ങോട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കോവയ്ക്ക അരിഞ്ഞ് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ആവിയിൽ വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ആ ഒരു കോവയ്ക്ക അരിയാണ്ട് കിടക്കുന്നുണ്ട്. അതെടുത്ത് വീണ്ടും അരിഞ്ഞിട്ടു. കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ മൂടി വെച്ചു. പിന്നെ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് ചാറ് കറി എന്ന് പറയുന്നത് തീയലാണ്. പക്ഷെ തീയലിന് വറവ് ഇത്തിരി കുറവായിപ്പോയി കേട്ടോ. അങ്ങനെ ഇത് വെച്ചിട്ട് പിന്നെ തീയലിനുള്ള പരിപാടി എടുത്തു. അപ്പോൾ അത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് പൊടിച്ചിട്ട് ചേർത്തുണ്ട്. കുറച്ച് ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. എന്താ പറയുക, ഒരു കരിഞ്ഞ കളർ ഏകദേശം ആവണ വരെ വറുക്കണം കേട്ടോ. അത് ശരിക്കും ഞാൻ ബ്രൗൺ കളർ ആവണ വരെ വറുത്തുള്ളൂ. അത് കാരണം കൊണ്ട് അത്രയുണ്ട് കളർ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ കുറേ നാളായി ശ്രീകുട്ടൻ മുരിങ്ങയ്ക്ക തീയൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക ഇപ്പോൾ ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ
ഞാനത് തീയില വയ്ക്കാമെന്ന് വെച്ചു. ചേട്ടനാച്ചി ഈ ഒരു ദിവസം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇന്ന് മുരിങ്ങയ്ക്ക തീയിലാക്കാമെന്ന് വിചാരിച്ചു. നാളികേരം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് വറുക്കാനായിട്ട് ഞാൻ പതുക്കെ ചേട്ടനെ അങ്ങോട്ട് കൊടുത്തു. ഞാൻ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് കോവയ്ക്ക മെഴുക്ക് പറ്റി അവിടെ ആയിട്ടുണ്ട്. ഞാൻ തീയലിനുള്ളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞിതാ അതിൽ ചുമന്നുള്ളി കുറച്ചധികം ഇട്ടു. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഞാൻ ഇതിലേക്കാണ് ചേർത്തത്, നാളികേരം വറുത്തതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു തക്കാളി ഇട്ടു. തക്കാളി ഇന്ന് എല്ലാവരും തീയലിലൊന്നും ഇടുന്നില്ല, എന്നാലും എനിക്ക് തോന്നി ചെറിയൊരു പുളിയും കൂടി വേണം തോന്നി. അങ്ങനെ തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ പുളി പിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ അതാ മുരിങ്ങയ്ക്ക വെളിച്ചെണ്ണയിൽ അധികം വഴറ്റണത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം ഒന്ന് വഴറ്റി ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. മുരിങ്ങയ്ക്ക വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റുമ്പോൾ അങ്ങനെ അതൊരു ഹാർഡാവണ പോലെ തോന്നുന്നത്. അപ്പോൾ വേവിക്കുന്നതാണ് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയത്. അതങ്ങനെ മൂടി വെച്ചു. അത് ഇനി അവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പോഴേക്കും നാളികേരം വറവായി, അതൊക്കെ അരച്ചെടുത്തു കേട്ടോ. ഞാൻ പറയില്ല, നാളികേരത്തിൽ ഇത്തിരി വറവ് കുറവുണ്ടായിരുന്നു, നല്ല ടേസ്റ്റിനൊന്നും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് പുളിയും കൂടിയും പിഴിഞ്ഞ് വെച്ചു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തള വന്നതിന് ശേഷം വീണ്ടും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തീയലെന്ന് പറയുന്നത്. പിന്നെ ഞാൻ അപ്പോഴേക്കും ആ മാങ്ങ അരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുക എളുപ്പത്തിലുള്ളൊരു അച്ചാറാണ്, സദ്യ അച്ചാർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അത് ആ ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ മുളക് പൊടി കൂടി ഇട്ട് മൂപ്പിച്ചു. മുളക് പൊടി മൂപ്പിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെയിലത്തൊക്കെ ഇട്ട് വാടിയതല്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഉലുവയും കടുകും കൂടിയും വറുത്ത് പൊടിച്ച്, കടുകില്ല കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ഉലുവ മാത്രമേ വറുത്ത് പൊടിച്ചിട്ടുള്ളൂ. കടുക് പൊട്ടിക്കുകയാണ് ചെയ്തത്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കായം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ നമ്മൾ ആ കടുകിട്ട് പൊട്ടിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഒക്കെ ഇടാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് ചാറ് ഉണ്ടാക്കണമെങ്കിൽ ആക്കാം, വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം, എന്തൊക്കെ വേണം മാറ്റങ്ങൾ വരുത്തുന്നത് വെച്ച് നമ്മൾ ചെയ്യാം. പിന്നെ ഇത്തിരി ഇഞ്ചി കൊത്തിയരിഞ്ഞ് ചേർത്താലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വിഭവങ്ങൾ കൂട്ടി ഞങ്ങൾ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ശ്രീകുട്ട എത്തിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും എന്താ പറയുക, ആ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. പിള്ളേർക്ക് ചോറിന് വിളിക്കുന്ന നേരത്തെ കുളിക്കാൻ പോവുക, അത് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശ്രീകുട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് അത് കഴിഞ്ഞിതാ ഒരു 3:30 ആയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും എഴുന്നേറ്റ് തലമുടിയിലൊന്ന് ഹെന്ന ചെയ്യണം. ഹെന്ന എന്ന് വെച്ചാൽ മൈലാഞ്ചി വെറുതെ അരച്ച് തേക്കാറുള്ളൂ ഞാൻ, അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. മൈലാഞ്ചി അരച്ച് വെച്ചേക്കാണ് കേട്ടോ. കൂടുതലായിട്ട് ഒരു പ്രാവശ്യം നാളെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിങ്ങോട്ട് ഒരു കവറൊക്കെ കെട്ടി ഇനി നമുക്ക് നമ്മുടേതായ പരിപാടികളുണ്ട് മുറ്റത്ത്, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതേ വീണ്ടും ബാലൻസ് ഉണ്ട്, അതിർത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മൈലാഞ്ചിയിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയോ അല്ലെങ്കിൽ ഇത്തിരി നാരങ്ങ പിഞ്ഞൊഴിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ചെയ്യണ നേരത്ത് ഞാനതൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടെ വിറക് വയ്ക്കാൻ വെച്ചാൽ അപ്പം മാവിൻ്റെ കൊമ്പ് താഴത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് ഒടിച്ച് കാട്ടി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ വിറകൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അവിടെ കുപ്പിച്ചില്ലും അങ്ങനെ ഓരോന്ന് പൊട്ടിയതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ആ സ്ഥലമൊക്കെ ഒന്ന് ക്ലിയറാക്കി ഞങ്ങൾ പരിപാടി തുടങ്ങുകയാണ്. അപ്പം നോക്കിപ്പിണ്ടറ വീണ്ടും 2 ഇതേപോലത്തെ മരം മുറിച്ചത് അവിടെ കിടക്കണം. ഞാൻ പറഞ്ഞില്ല അക്കേഷ്യര തന്നെയാണ്, അത്യാവശ്യം മരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് വിറകിന് ക്ഷാമമില്ലാണ്ടായി. ഇനി പട്ടയൊന്നും പറക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ചേട്ടൻ കൊത്തുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ കളിയാക്കാണ് കേട്ടോ, ബാഹുബലി എന്നൊക്കെ പറഞ്ഞിട്ട്. വലിയ പോസാണ് വീഡിയോ കാണിക്കുമ്പോഴേ. കുറച്ച് കഴിയുമ്പോൾ തട്ടൽ വേദനയായിട്ട് അവിടെ കിടന്ന ബാക്കിയുള്ളവരെല്ലാം അനുഭവിക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഉരുട്ടി അവിടെ ഇട്ടു. ബാക്കിയുള്ളത് ഞാൻ ഇന്ന് വെട്ടണ്ടെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇനി എല്ലാതും കൂടി ഒരു ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ തട്ടൽ വേദനയും വയ്യായും ഒക്കെ വരും. പിന്നെ പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ അതൊരു എന്തിൻ്റെയോ ഒരു സ്ലാവ് അവിടെ കിടന്നായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ 4 കല്ലുമ്മ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ വിറക് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ സൂത്രപ്പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ നോക്കിയപ്പോൾ 1-2 കല്ലൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 1-2 കല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ച് അതങ്ങനെ വെച്ചു. പിന്നെ അത് അവിടെ നിന്ന് വിറക് പറക്കിക്കൊണ്ട് വന്ന് ഞാൻ അങ്ങനെ വെച്ചു കേട്ടോ. ചേട്ടൻ സഹായിക്കാമെന്ന് പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇനി കൊത്തലും വിറക് ഒതുക്കലും എല്ലാം അത് ഒരാൾ തന്നെ ചെയ്തിട്ട് ആകെ അങ്ങോട്ട് നമുക്ക് ഭാരാവില്ലേ. അപ്പോൾ അത് കാരണം ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ പറക്കിയെടുത്തു. പിന്നെ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞ പീസുകളാണ് കുറേയൊക്കെ. അപ്പോൾ അത് ആ ഒരു ചാക്കിലേക്ക് പറക്കി വെച്ച് ആ ചാക്കോട് കൂടി കൊണ്ടുവന്ന് കണ്ടിട്ട് ഇവിടെ ഒതുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നു അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ വർത്താനം പറയുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ വോയിസ് കേൾക്കുമ്പോൾ എവിടെ വർത്താനം പറഞ്ഞതെന്നൊന്നും മനസ്സിലാവില്ല.
അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിറകൊക്കെ ഒതുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിറകൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേനൽക്കാലമായ അമ്മ അങ്ങനെയാണ് കേട്ടോ, നിറയെ പട്ട മേടിച്ച് വെട്ടി ഒതുക്കി വയ്ക്കും. അതേപോലെ ചകിരി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. അപ്പം ഞങ്ങൾക്ക് വേനൽക്കാലം ആകുമ്പോൾ അമ്മ വെക്കേഷൻ ആകുമ്പോൾ ഓരോ ദിവസം ഓരോ പണി പറഞ്ഞിട്ട് പോവും. ഇന്ന് ചകിരിയൊക്കെ ഒതുക്കി വയ്ക്കുക, ഇന്ന് ചകിരി കൊണ്ടുവരിക, വാങ്ങിക്കണം വീട്ടിൽ നിന്ന് പട്ട കൊണ്ടുവരിക, പട്ട ഒതുക്കി വയ്ക്കുക, ഇന്ന സ്ഥലത്തെ പുല്ല് പറിക്കുക, ഇങ്ങനെയൊക്കെ അമ്മ ഓരോ ജോലികൾ പറഞ്ഞിട്ടാണ് രാവിലെ ജോലിക്ക് പോവുക. വരുമ്പോഴേക്കൊക്കെ ചെയ്ത് വയ്ക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ശ്രീകുട്ടനോട് ആയത്തിനോടൊക്കെ പറഞ്ഞാൽ ചെയ്യാവോ അറിയില്ല. ഞാനങ്ങനെ പറയാറൊന്നുമില്ല, അങ്ങനത്തെ പണികളൊന്നും പറയാറില്ല കേട്ടോ. അത്യാവശ്യം എനിക്ക് വേണം തോന്നുന്ന പണികളൊക്കെ പറയാറുണ്ട്, ഇതൊന്നും അങ്ങനെ പറയാറില്ല. പിന്നെ നമ്മുടെ തൃശ്ശൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷീറ്റാണ്, പക്ഷെ ഇനി അത് ഉപയോഗിക്കാനൊന്നും പറ്റും തോന്നുന്നില്ല, കേടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇനി മഴ പെയ്യുമ്പോൾ നനയണ്ടല്ലോ വിറക്. ഒരു വേനൽക്കാലം മഴ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്നുണ്ടല്ലോ, അതെപ്പോൾ വേണമെങ്കിലും പെയ്യാം. അത് കാരണം ആ ഷീറ്റൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെ മഴ നനയാണ്ട് അതിനാക്കി വെച്ചു കേട്ടോ. പിന്നെ 2 തെങ്ങ് തൈ ഇരിക്കുന്നുണ്ടായിരുന്നു, കുറേ ദിവസമായി ഇരിക്കണം. അപ്പോൾ അതൊന്ന് കുഴിച്ചിടാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഒഴിവായി കിടക്കുന്ന സ്ഥലത്തൊന്നും തെങ്ങ് തൈ വെക്കാൻ പറ്റില്ല, അവിടെ വെച്ചാൽ മഴ പെയ്യുമ്പോൾ വെള്ളം നിൽക്കും. ഇവിടെ ആയാലും കണക്കൊക്കെ തന്നെ അടിയിൽ നമ്മൾ 4 കളകൾ വയ്ക്കുമ്പോഴേക്കും വെള്ളം വരും. അത് കാരണം അധികം അങ്ങോട്ട് താത്തിയിട്ടല്ല വെച്ചത്, പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. പിടിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇതിൽ മുന്നും 1-2 തെങ്ങ് തൈകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും പിടിച്ചില്ല. അപ്പോൾ ഇതും വീണ്ടും പരീക്ഷിച്ച് നോക്കാം, നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ. എന്നിട്ട് ആ തെങ്ങ് തൈയൊക്കെ നട്ട് പിന്നെ വെള്ളം കൊണ്ടുകൊടുത്ത് വെള്ളം ഒഴിച്ചും. അടയ്ക്കാരെ ഇനിയും പറിച്ച് നടാനുണ്ട് കേട്ടോ, പക്ഷേ ചേട്ടനോട് പറഞ്ഞിട്ട് കേൾക്കണമെന്നില്ല. വേറെ 100,000 കൂടുതൽ കൂട്ടം പണിയല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാതും കൂടി നടക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ അടുത്ത സ്ഥലത്തും കൂടി കളച്ച് 2 തെങ്ങ് തൈ ഇരിപ്പുണ്ട് കേട്ടോ, അതും കൂടിയും വെക്കാനാണ്. അപ്പോൾ ഞാൻ തെങ്ങ് തൈ ചെറിയ ചെറിയ ഹെൽപ്പുകളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചേട്ടൻ നിൽക്കുമ്പോൾ അധികം പണികൾ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കില്ല കേട്ടോ, എനിക്ക് വയ്യാണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം കൂടി കൊണ്ട് വെച്ച് കൊടുത്തു. ഇതാ നമ്മുടെ തെങ്ങ് അങ്ങനെ നട്ടു കേട്ടോ. ഇതെങ്കിലും ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു അല്ലേ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞേ, ഒരു വാഴ ഇപ്പുറത്തേക്ക് നടാം, ചീഞ്ഞ് പോവുകയാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കൊണ്ട് നിന്നോട്ടെ. ചേട്ടൻ ഭാവിയിൽ കാർ പോർച്ച് പണിയണ സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ട് ഇവിടെ ഒന്നും വയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ പറയും, ഏത് കാലത്ത് കാർ പോർച്ചൊക്കെ പണിയാനാ. വാഴ നട്ടാലും വിരോധമൊന്നും ഇല്ലല്ലോ, അതിങ്ങനെ പടർന്നു പോയാലും നമുക്ക് വെട്ടിക്കളയാനൊക്കെ എളുപ്പമാണ്, അപ്പോൾ കുഴപ്പമില്ല. ഒരു കുഞ്ഞു വാഴ ഇവിടെ കൊണ്ടുവച്ചു. ഇനി അത് പൊട്ടിമുളച്ച് കുറേ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ വേണ്ട, അത്ര തന്നെ. അപ്പോൾ അതാ കുറച്ച് സ്ഥലം ഒന്ന് കൊത്തി റെഡിയാക്കിയിട്ട് നമ്മുടെ കുറേ ചെടികൾ പച്ചമുളകൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാടി തുടങ്ങി, അതിന് സ്ഥലം ഇല്ലാണ്ട് അവിടെ നിൽക്കാനായിട്ട്. പിന്നെ ഇനി കുറേ ഗ്രോ ബാഗുകൾ അങ്ങനെ നിറയ്ക്കാനായിട്ട് ഗ്രോ ബാഗൊന്നുമില്ല, പിന്നെ മണ്ണ് നിറയ്ക്കാനും ഒക്കെ പാടാം. അപ്പോൾ അതിൽ നല്ലത് ഇതാ ഇവിടെ ഇങ്ങനെ കുത്തിയിളക്കി നടാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാതും നട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യത്തെ അവിടെ തമ്മനയിൽ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാറില്ലേ, ആദ്യത്തിനും ചേട്ടനും നല്ല അങ്ങോട്ടും ട്രോളിക്കൊണ്ടേയിരിക്കും, കളിയാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും വർത്താനം പറയുകയാണ്. അപ്പോൾ നീ ഇവിടെ ഭാഗത്തെ ശബ്ദം ഞാൻ കളഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. തമ്മനയിലിൻ്റെ ഫോട്ടോസും ആദ്യത്തെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതൊക്കെ ആക്കി ഞങ്ങൾ നടലൊക്കെ. ഇതിൽ പച്ചമുളക്, ചുമന്ന ചീര, പാലക്ക് ചീര, തക്കാളിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ പിടിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പോൾ എന്തായാലും നട്ടിട്ടുണ്ട്, കുറച്ചെങ്കിലും എന്തായാലും പിടിക്കുമെന്ന് വിചാരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടേലെ അധികമൊന്നും അങ്ങനെ നശിച്ചു പോയിട്ടില്ല കേട്ടോ, അത്യാവശ്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീതിയുള്ളതുണ്ട് അങ്ങനത്തെ. അപ്പോൾ നമ്മൾ മുന്നേ നട്ടുവെച്ച മുളകുകൾക്കും തക്കാളിക്കൊക്കെ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, അതിൻ്റെ കടയമ മണ്ണില്ലാത്തതൊക്കെ. മുളകും തൈ നല്ല മിടുക്കായിട്ട് പിടിച്ചേക്കണ്, തക്കാളി തൈ മിക്കവാറും പോവും. മുളകും തൈ കളയല്ലേ, മതി. ഇനി വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇടാം. ഏതിലേക്ക്? ചെറിയ 2-3 മുളക്. അതിനൊന്നും ഇടണ്ട. ഇത് തൂവര ഇത് തൂവരാന്ന് പറഞ്ഞാൽ വലിയ മരമാണതാ, അത്യാവശ്യം വലുപ്പമാണതാ. പറിച്ച് നടന്ന് വിചാരിച്ചതാ, നടന്നാ പറിച്ച് നടന്നാ. അങ്ങനത്തെ എല്ലാത്തിനും മണ്ണിട്ട് കൊടുത്തു. 1-2 പച്ചമുളകും തൈയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതാ ഫ്രണ്ടിലേക്ക് വന്ന് കുറച്ച് മല്ലിയില തൈ ഉണ്ടല്ലോ, അത് പറിച്ചെടുക്കാനാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിറയതാ ഇങ്ങനത്തെ പുല്ല്, പെട്ടെന്ന് പറിച്ചാൽ പോകുന്നുണ്ട്. അപ്പം ഞാനത് അപ്പം തന്നെ ഒന്ന് കുറച്ച് പറിച്ച് കളഞ്ഞു. ഇനി ഫ്രണ്ടേജ് വെടുപ്പാക്കാനുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗമൊക്കെ ചെടികളും ഇതൊക്കെ വെട്ടിക്കളയാനും അങ്ങനത്തെ ഒക്കെ ഉണ്ട്, നിറഞ്ഞിട്ടുണ്ടാകെ. അപ്പോൾ അതൊക്കെ മല്ലിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചേട്ടാ അതും അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാതും ഞാൻ പറഞ്ഞില്ലേ, എല്ലാതും പിടിച്ചിട്ടുണ്ട്. ഇനി ഉഷാറ് വരുമോയെന്ന് അറിയില്ല. പുതിന അത്ര അങ്ങോട്ട്
അതിൻ്റെ നട്ടേക്കണ ആ ഒരു ഇതുണ്ടല്ലോ, മണ്ണിങ്ങനെ തറഞ്ഞ് നിൽക്കുക, അത് കാരണം കൊണ്ട് അങ്ങോട്ട് പിടിക്കണില്ല. ഇതിലിതേ തക്കാളി തൈയൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല, ഒക്കെ വലുതായി നിൽക്കുന്നുണ്ട് ഒക്കെ ആൾ. ഇതേ മല്ലീര തൈ നട്ട സ്ഥലം കേട്ടോ. പിന്നെ മുളകും തൈകളൊക്കെ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ടുള്ള മുളകും തൈകളാണ്. പിന്നെ ഞാൻ വിറകൊക്കെ ഒന്ന് എടുത്തുകൊണ്ടൊക്കെയാന്ന് വിചാരിച്ചു. കുറച്ച് വിറക് ഞാൻ ചാക്കിലാക്കി ഇവിടെ കൊണ്ടുവച്ചു, നമുക്ക് അന്നന്ന് കത്തിക്കാനുള്ളത്. ബാക്കി കൂടുതലുള്ളതാണ് അവിടെ വെച്ചത്. പിന്നെ ഓലക്കൊടിയും എല്ലാതും ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഞാൻ തൈരും അരിപ്പൊടി ഞാൻ മുഖത്തിടാറില്ലേ, അതൊന്നും മുഖത്തിടാണ് കേട്ടോ. മുഖമൊക്കെ ആകെ കരിവാളിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇടണം ശരിക്കും. വല്ലപ്പോഴും തോന്നുമ്പോഴാണ് എൻ്റെ ഈ കലാപരിപാടികളൊക്കെ കേട്ടോ. അതങ്ങോട്ട് കൂട്ടുകാർ സഹിക്കല്ലോ. മറ്റോടെ കടി ഇങ്ങനെ അടിച്ച കുഞ്ഞിതായിട്ട് വരുള്ളോ, കാര്യമില്ല. എന്ത് സുന്ദരി തൈരിൻ്റെ അല്ലേ, എനിക്ക് നല്ല തൈരിൻ്റെ ഉണക്കി കഴിക്കാൻ തോന്നി. അത് ചാർജിലിട്ടു. ഹായ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മുഖം? ഒന്ന് ഭേദമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം കേട്ടോ. തൈരും അരിപ്പൊടിയും കൂടിയും കൂട്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലാണ് നമ്മുടെ മുഖം നല്ല വൃത്തിക്കിരിക്കുക. പിന്നെ അതുപോലെ മൈലാഞ്ചി മാത്രം എന്നെ പോലെ ഇടുന്നവർ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം കേട്ടോ, എന്നാലേ കാര്യമുള്ള. ഞാനെന്ന് വെച്ചാൽ തോന്നുമ്പോൾ മാത്രമല്ല ചെയ്യണത്, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പണ്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തായിരുന്നു കേട്ടോ. കഴുത്തിലെ കറുപ്പ് കുറച്ച് മാറിയിട്ടുണ്ട്, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇതിലും നല്ല വീഡിയോകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണേ. ഫേസ്ബുക്കിൽ വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് ആകെ ഒരു വീഡിയോ ഇട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഇടാൻ ശ്രീകുട്ടന് എക്സാമാണ്. ആദ്യത്തെ പിന്നെ എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു ഫസ്റ്റ് എടുക്കലും അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവനൊഴിവുള്ളപ്പോൾ എനിക്ക് ഒഴിവില്ല, എനിക്കൊഴിവുള്ളപ്പോൾ അവനൊഴിവില്ല. അവൻ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ അടുത്തേക്ക് മോൻ കാണിക്കുമ്പോൾ എന്തോ പോലെ അല്ലേ, സാരില്ല പോട്ടെ. അപ്പോൾ ശ്രീകുട്ടൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അവൻ വേറെ ജോലിക്കൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ രക്ഷയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്നാലും ഇടും. പതുക്കെ പഠിച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ആഴ്ചയിൽ 1 2 അങ്ങനെയൊക്കെ ആയിട്ടിടും. അതിൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇടില്ല. ചെറിയ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ, ഡേ ഇൻ മൈ ലൈഫ് ചിലപ്പോൾ ചെറിയ നമ്മുടെ ടിപ്സ് ഭാഗങ്ങളിൽ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്തിടും. അങ്ങനെ ഒരു 3 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഭാവിയിൽ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. മിക്കവാറും ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് എഴുതണില്ലേ. പണ്ടൊക്കെ ഇഷ്ടം പോലെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ കമൻറ്റേ എഴുതണില്ല. ഞാൻ കമൻറ്റ് അപ്പം തന്നെ റിപ്ലൈ തരുന്നില്ല എന്നുള്ളൂ. ഞാൻ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. പറ്റുമ്പോൾ ഒരു ലവ് ചിഹ്നം ഇടണം. പിന്നെ അതിൽ പറയണ കാര്യങ്ങൾ മിക്കവാറും വീഡിയോയിലാണ് ഞാൻ മറുപടി പറയണത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഒന്ന് കമൻ്റ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ജീന ഫസ്റ്റ് അടിക്കുന്ന ജീന ഇപ്പോൾ ആളിത്തിരി വിഷമത്തിലാണ്, ഹോസ്പിറ്റലിലല്ലേ, ഈസ്റ്ററായിട്ട് പോന്നിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിച്ചോളോ പറ്റണവരൊക്കെ. മറ്റുള്ളവർ പ്രാർത്ഥിച്ചാലാണ് നമുക്ക് നല്ലത് വരിക എന്ന് പറയുക കേട്ടോ. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീനയ്ക്കും അസുഖമൊക്കെ മാറാവുന്ന അസുഖമല്ലേ ഉള്ളൂ. അപ്പോൾ റെഡിയാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ഇനി ബുധനാഴ്ച രാവിലെ 9 മണിക്കാണ്. അതിനിടയ്ക്ക് ഷോർട്ട് വീഡിയോ ഇടും കേട്ടോ. ഈ ആഴ്ചയിൽ ഇത്തിരി കുറവ് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിരുന്നു. ഞാൻ അത്യാവശ്യം ഒന്ന് റെസ്റ്റ് എടുത്തു, നന്നായിട്ട് ഉറങ്ങി. ഇത്ര അധികം ഉറക്കം ബാക്കിയുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ 10 മണി 11 മണി ആകുമ്പോഴേക്കും കിടക്കും. 6 മണിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ എഴുന്നേൽക്കണുണ്ടായിരുന്നുള്ളൂ. ചില ദിവസം മാത്രം 5:30 എഴുന്നേൽക്കും. 5:30 കണ്ണ് തുറക്കും, പക്ഷേ 6 മണി ആവാണ്ട് ഞാൻ അടുക്കളയിലേക്ക് എത്തണില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഉറക്കം ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഉറക്കം ഇങ്ങനെ മാറട്ടെ. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ കറക്റ്റായിട്ട് പോകട്ടോ. ആഴ്ചയിൽ 3 വീഡിയോ എന്തായാലും ഉണ്ടാവും. ഷോർട്ട് വീഡിയോകൾ വരും. ഞാൻ ഇടയ്ക്കലത്തെ നമ്മുടെ വീഡിയോ എടുക്കാത്ത ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അതൊരു മിനി വ്ളോഗായിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കത് എന്താ പറയുക, ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ റെഡി ആകുമ്പോൾ ചെയ്യാം. കഴുത്തിൽ മാലില്ലാത്തതുകൊണ്ട് എന്തോ പോലെ തോന്നുന്നില്ലേ, സാരില്ല. ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തുണികൾ വിരിക്കാൻ വന്നതാണേ. അപ്പോൾ പിന്നെ മാലയൊന്നും ഇടില്ലല്ലോ. അങ്ങനെ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വിഷുക്കോടിയൊക്കെ, ആനന്ദപുരത്തൊന്നും വിഷുക്കോടി ഇല്ല കേട്ടോ. ഇനി ഇവിടെയൊക്കെ തൃശ്ശൂർ എടുക്കണ കാണാറുണ്ട് വിഷുക്കോടിയൊക്കെ. അപ്പോൾ എല്ലാവരും വിഷുക്കോടിയൊക്കെ എടുത്തോ. വിഷു കൈനീട്ടൊക്കെ കിട്ടണവർ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ ആനന്ദപുരത്തു നിന്നൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല. 22 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനിയൊന്നും ഇല്ലല്ലോ. വിഷു കൈനീട്ടം ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തരാറുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് എന്തായാലും പോവില്ല. അമ്മ എന്തായാലും വരും എന്ന് വിചാരിക്കല്ല, വരും. അപ്പോൾ പിന്നെ ഈ കൊല്ലം അമ്മേനെ തനിച്ചാക്കി പോണത് നമ്മൾ ശരിയല്ലല്ലോ. അതുകൊണ്ട് മിക്കവാറും വിഷുവിന് ഞങ്ങളെ അടുത്തൊന്നും പോവില്ല.
എന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല. അടുത്ത ഞായറാഴ്ച അല്ല അല്ലേ, പിന്നത്തെ ഞായറാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ വിഷുവിൻ്റെ ഒക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ടുള്ള അച്ചാറ് കാണിച്ചിട്ടില്ലേ, അതൊക്കെ ഇട്ട് നോക്കുക. പിന്നെ അതിൽ വേണമെങ്കിൽ ഇഞ്ചി കൊത്തിയരിഞ്ഞ് ചേർക്കാം, കറിവേപ്പില നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബുധനാഴ്ച രാവിലെ കാണാം. ഓക്കെ.